അതായത് ഒരു വശം ഇഞ്ചി നട്ടു, പിന്നെ മഞ്ഞൾ നട്ടു. പിന്നെ ഈ കൃഷി രീതിക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കമുള്ള മണ്ണൊന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടെ വേറും. അത് കാണിച്ചു തരാം. ഈ കരിയില നമ്മളിങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ കൃഷി രീതിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ പിന്നെ കൃഷികൾ നടത്താനുള്ള എളുപ്പത്തിലൊരു വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വലിയ സ്ഥലങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല, കുറച്ച് സ്ഥലങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. ചെറിയ ഒരു ഇഞ്ചി കൃഷി നടത്താനും ഒക്കെ സൗകര്യത്തിന് വേണ്ടി ഒരു സ്ഥലം ഞാൻ കണ്ടെത്തുകയാണ്. അത് നിങ്ങളെ കാണിച്ചിരുവാണ്. എനിക്ക് വരൂ. ഇതാണ് ഞാൻ കണ്ടെത്തിയ സ്ഥലം. ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ പണിത് വരുമ്പോഴത്തേക്കും വേസ്റ്റായിട്ട് കുറേ കട്ടകളൊക്കെ കിട്ടുമല്ലോ. പ്രത്യേകിച്ച് പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ സ്ഥലം കണ്ടെത്തുക. അതായത് നല്ല വെളിച്ചമുള്ള, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മണ്ണ് തന്നെ വേണമെന്നില്ല, അല്ലാതെ നമുക്ക് പ്രത്യേക ഒരു സാരം ഉണ്ടാക്കുക. ഇതുണ്ടോ നോക്കുക. ഇങ്ങനെ 2 കപ്പ് ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ അടി നോക്ക്. ഇവിടെ നോക്കി ഉണ്ടോ കുറേ ചകിരിയും കുറേ പഴയ പിന്നെ കരികിലയെല്ലാം കൂടെ കൂട്ടി നമ്മൾ ആദ്യം ഇതിനെ നിരത്തി ഇടും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ മണ്ണിടുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ മണ്ണിട്ട് നമ്മളൊന്ന് ഒതുക്കി വെക്കും. നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നടാന്ന് പറയുമ്പോഴത്തേക്കും അത് അതിൻ്റെതായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ട്. ഗ്രോ ബാഗ് നട്ടുകഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആവർത്തിച്ച് ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോഴേ നമുക്ക് ആവർത്തിച്ച് കൃഷി ചെയ്യാം. ഇഞ്ചി നടാം, മഞ്ഞൾ നടാം, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് മാത്രം. ചീനി നടാം, അതിൽ പയർ നടാം. ഇതെല്ലാം നട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ആവർത്തനമായിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷി നടത്താൻ പറ്റും. അതാണ് ഈ സ്ഥലം കണ്ടെത്തിയതിൻ്റെ പ്രത്യേക കാരണം. നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും ഇതൊക്കെ നോക്കി നടത്തുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കൃഷി ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. പൊട്ടിക്ക് കുറച്ച് മണ്ണെടുത്ത് ഇടുക. ആ കരിയിലേക്ക് മൂടി പോകാൻ പോലെ, ഈ കരിയിലേക്ക് മൂടി പോകാൻ പോലെ നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക. ഇങ്ങനെ മുഴുവനും കുറച്ച് ഏരിയ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എല്ലായിടത്തും മണ്ണിട്ട് ഇങ്ങനെ ആ കരിയിലെല്ലാം മൂടി നമ്മൾ ഇടുന്നു. ഗുണോ ഇറങ്ങിയിരിക്കവിടെ. ഈ മണ്ണൊക്കെ നമ്മൾ ഇട്ടല്ലോ, ഇനി ചെറിയ മണ്ണ് ഒതുക്കിയിടുന്ന ഭാഗമുണ്ട്. മണ്ണ് ശരിക്കും ഇടിച്ച് ഒതുക്കുന്ന ചെറിയ ഭാഗത്ത് അതായത് ഒരു കമ്പെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിത് വെച്ചിരിക്കുന്ന ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. ഈ കട്ട നമുക്ക് ഇളക്കിയെടുക്കാം. ഈ കട്ടകളൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇവിടെ മണ്ണ് നിറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ബലമായിട്ട് തന്നെ ഇരുന്നോളും. ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഈ മണ്ണ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചിയൊക്കെ വളർന്ന് കഴിയുമ്പോഴത്തേക്കും പറിച്ചെടുക്കാനൊക്കെ ഈ കട്ട ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ 2 കട്ട നമ്മൾ ഉറപ്പിച്ച് വെക്കുക. ഈ 2 കട്ട നമുക്ക് സിമെൻറ്റ് മാത്രം ഉറപ്പിക്കുക. അതിൽ ആ സൈഡിൽ അതുപോലെ ചെയ്യും. ഇത് നമുക്ക് ആവശ്യം വേണമെങ്കിൽ ഇളക്കിയെടുക്കാം. ആവശ്യം മാറ്റുകയോ മറിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനത്തെ ഉണ്ടാകുന്ന കൃഷികളെ ഇഞ്ചി പറിച്ചെടുക്കാനൊക്കെ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാൻ സൗകര്യമുണ്ട്. അതിൽ മണ്ണിടാനും എല്ലാത്തിനും സൗകര്യമാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഇത് ഇളക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ. ചെറിയ കല്ലുകളൊക്കെ മാറ്റി കൊടുക്കും, നല്ലതാണ്. പിന്നെ എൻ്റെ മുകളിൽ കൂടെ നമ്മൾ ചാണകപ്പൊടി വരും. ചാണകപ്പൊടി
ഓക്കെ. ആവശ്യം മണ്ണായി. ഇനി ചാണകപ്പൊടി ഒരു ലെയർ ചാണകപ്പൊടി വരുന്നതിന് ശേഷം നല്ല ഇളക്കമുള്ള മണ്ണ് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടെ വേറും. അത് കാണിച്ചു തരാം. ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി തൂളിടുന്നുണ്ട്. ഒരു ലെയറായിട്ട് ചാണകപ്പൊടി നമ്മൾ തൂളിടുകയാണ്. അല്പം കൂടി ചാണകപ്പൊടി ഇട്ടു. അല്പം കൂടി ചാണകപ്പൊടി കൊണ്ടുവന്നിടണം. ഒന്ന് ഇളക്കി സെറ്റപ്പ് ചെയ്യണം. കുറച്ചുകൂടി ചാണകപ്പൊടി ഇടണം, എന്നാലേ നമുക്ക് ആവശ്യമുള്ള വളം. നമുക്ക് ആവശ്യമുള്ള ചാണകമായി. ചാണകം എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് ഇടുകയാണ് കൃത്യമായിട്ട്. മുറ്റത്തിൻ്റെ ഇങ്ങനെ ചെറിയൊരു വശം നമ്മളിങ്ങനെ എടുത്താൽ മതി. നമ്മൾ പ്രത്യേകിച്ച് സ്ഥലമൊന്നും കണ്ടതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ കട്ട വെച്ച്, ഏതെങ്കിലും കട്ട നമുക്ക് വീട്ടുമുറ്റത്ത് കാണുമല്ലോ. ഇത് പ്രത്യേകിച്ച് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇത് പണി ചെയ്തിട്ട് മിച്ചം വരുന്ന കട്ടയിലെല്ലാം അവിടെ നിരക്കി ഇങ്ങനെ വെച്ചാൽ മതി. കുറച്ച് സ്ഥലം മതി നമുക്ക് വീട്ടാവശ്യത്തിന് ഇഞ്ചിയോ പയറോ ഒക്കെ കൃഷി ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ചാണകം ഇട്ടു. ചാണകം ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കൂടെ നമ്മൾ ഒരു ലെയർ മണ്ണ് കൂടി ഇടുന്നുണ്ട്. ഓക്കെ. ചാണകവും മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്തിടുക. വേറെ വളങ്ങളൊന്നും ചേർക്കണ്ട. കഴുകി ഇച്ചിരി കല്ലൊക്കെ എടുത്ത് മാറ്റാം. കല്ലിൻ്റെ ആവശ്യമില്ല. നമ്മൾ തുച്ഛമായ കുറച്ച് സ്ഥലത്ത് നമ്മൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാക്കി ഇഞ്ചി നടാനും മഞ്ഞൾ നടാനും ഒക്കെ എളുപ്പമാണ്. നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് മാത്രം. അതിന് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് വാങ്ങാതെ തന്നെ നമുക്ക് മഞ്ഞളും അതിലെ പയർ. അതിൽ ഈ കൃഷി രീതിക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവർത്തനമായിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രാവശ്യം ഇഞ്ചി നട്ടു, പിന്നെ മഞ്ഞൾ നട്ടു, പിന്നെ ഉള്ളി നടാം, അതിൽ പയർ നടാം, അതുപോലെ പച്ചക്കറി കൃഷികളൊക്കെ നടാൻ പറ്റും. കടല നടാം, ചീനിയും പിന്നെ കാന്താരമുളക് നടാം, അങ്ങനെ ചീര നടാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനൊരു പ്ലേസ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവർത്തനമായിട്ട്. പിന്നെ ഇത് ഗുണം വലിയ കുഴപ്പമില്ല. നമ്മൾക്ക് ഈ ആവശ്യത്തിന് വെട്ടം കിട്ടണം. വെയിൽ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടുന്ന സ്ഥലമായിരിക്കണത് എങ്കിൽ മാത്രം മതി. അല്ലാതെ വേറെ ചോലയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മളിതിനകത്ത് ഇനി ഇഞ്ചി നടുന്നൊരു ഭാഗമാണ് അടുത്തത്. ഇത് എൻ്റെ വീടിൻ്റെ ഈ പുറവശമാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പുറവശത്ത് വേറെ ശല്യങ്ങളൊന്നുമില്ല, വേറെ ആൾക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നടന്നു പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് ഉള്ള സൗകര്യം നമുക്ക് എടുത്തിരിക്കുകയാണ്. വീടിൻ്റെ പുറവശം നല്ല വെയിൽ കിട്ടുന്ന മാത്രമുള്ളൂ, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയ ആയിരിക്കണം മാത്രം.
നമ്മളടുത്ത് കല്ലൊക്കെ ഇടുന്നത് നല്ലതാണ്. ഈ ഇഞ്ചി നടാൻ പോവാണ്. പണ്ട് ചെറുതായിട്ട് മുളയൊക്കെ വന്നിട്ടുള്ളൂ. നമുക്ക് ഉടനെ നട്ടുകൊള്ളാം. ചെറിയ സ്ഥലമായിരുന്നു. നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് പയ്യെ മാന്തി വെച്ച് ഇതാണ് പതിയെ ഇങ്ങനെ മണ്ണ് ഇളക്കിയിട്ട് നമുക്കിവിടെ നടാന്നേ ഉള്ളൂ. ഉണ്ടോ? പിന്നെ ഇങ്ങനെ ഉണ്ടോ നല്ല മുള വന്ന ഇഞ്ചി നമ്മൾ ഇത് ഇങ്ങനെ നട്ടു കൊടുക്കും. ഉണ്ടോ? ഈ അകലത്ത് നമുക്ക് നടാം. ആ ചാണകമൊക്കെ നേരത്തെ ഇട്ടിരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വളം നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സഹായൊക്കെ എൻ്റെ വൈഫ് പറ്റിയിട്ടുണ്ട്. പറ്റുന്നുണ്ട്. എല്ലാ കുഴികളിലും ഇഞ്ചി വച്ചിട്ടുണ്ട്. നമുക്കൊരു വീട്ടാവശ്യത്തിന് എടുക്കാനുള്ള ധാരാളം ഇഞ്ചി നമുക്ക് കിട്ടും. ഇനി മൂടി ഇട്ടേക്കാം. ചെറിയ മുളയേ ഉള്ളൂ, എന്നാലും മുളച്ച് വന്നോളും. താമസിക്കാതെ തന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മുളച്ച് വന്നോളും. ഇനി ഇതിൻ്റെ പുറമെ നമ്മൾ കരിയില ഇടുന്നു. കരിയില ഇട്ടാണ് ഇത് തീർക്കുന്നത്. നല്ല ഉണക്ക കരിയിലാണ്. ഈ കരിയില നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടും. ഇലയെല്ലാം തൂളി, കരിയിലെല്ലാം തൂളി. ഇനി വെള്ളം തല്ലിയൊന്നും ഇത് പോവില്ല. ഇടയ്ക്കൂടെ ഇങ്ങനെ മുള വരും. ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല മുളയായിട്ട് പൊങ്ങി വരും. ഇതാണ് ഇഞ്ചി നടുന്നത്. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വളരെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനൊരു സെറ്റപ്പിൽ നമ്മൾ ഒരു കൃഷി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സ്ഥലം കാര്യങ്ങളൊന്നും വേറെ ഒന്നും വേണ്ട. നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനേ ഉള്ളൂ. ഈ കരിയില നമ്മളിങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല വെയിലൊക്കെ ആണെങ്കിൽ കണ്ടാലും വെയിലടിച്ചത് ഉണങ്ങിപ്പോകാതിരിക്കും. അതിൽ വലിയ മഴ വന്നാലും തല്ലി പോകാതിരിക്കും. അതിന് വേണ്ടിയാണ് ഇത് ഇടുന്നത്. തന്നെയല്ല ഇത് നല്ലൊരു വളം കൂടിയായിരിക്കും. വേറെ ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല തണുപ്പോട് കൂടി ഇത് മുളച്ചു വരും. അതിനാണ് ഇങ്ങനെ ഇലയിട്ട് കൊടുക്കുന്നത്. ഇതിപ്പം
ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ മുളച്ച് വരുന്നതനുസരിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. കുറച്ച് സ്ഥലം കണ്ടെത്തി നമുക്ക് ആവശ്യത്തിന്, വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി കൃഷിയും പയർ നടാനും മഞ്ഞൾ നടാനും ഒക്കെ സൗകര്യമുണ്ട്. ഇത് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല വെട്ടം കിട്ടുന്ന സ്ഥലം വേണം, വെയിലടിക്കുന്ന സ്ഥലം വേണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്താൽ നമുക്കൊരു ഇഞ്ചി കൃഷി നടത്താനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും അടുത്ത വർഷം നമുക്കിത് ചെയ്യാൻ പറ്റും. മറ്റേ ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു വർഷം ഇഞ്ചി കൃഷി നടത്തി, അടുത്ത വർഷം മഞ്ഞൾ കൃഷി നടത്തി, അതിൽ ഉള്ളി, പയർ, ചീനി ഇതെല്ലാം നമുക്ക് നട്ടു വളർത്താൻ പറ്റും. വീണ്ടും ആവർത്തിച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഈ സ്ഥലം അങ്ങനെ കിടന്നോളും, ആരും കൊണ്ടുപോകില്ല. ഇതിങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കി എന്നാന്ന് വെച്ചാൽ വൈഫ് പറഞ്ഞ് കുറച്ച് ഇഞ്ചി നമുക്ക് നടണമെന്ന് പറയും, സ്ഥലമില്ലെന്ന് പറയും. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് കണ്ട ഒരു ചെറിയൊരു ടിപ്പാണ് ഈ കാണുന്ന കൃഷിത്തോട്ടം. ഓക്കേ, എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ നിങ്ങൾക്കും അവസരം ഉണ്ടാവട്ടെ.